ഗുഡ്നസ് ടിവിയുടെ മാലാകക്കൂട്ടം.com കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്വർഗ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും മാലാകക്കൂട്ടത്തിൻ്റെ ചങ്ക് പ്രേക്ഷകരായ കൊച്ചുകൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഈ സ്വർഗത്തിൽ രസക്കാഴ്ചകൾക്ക് മിഴിവ് കൂട്ടാൻ ഊർജം പകരാൻ ഇവിടെ എത്തിയിരിക്കുന്നത് അന്നമനട ക്രിസ്തുരാജ ദേവാലയത്തിലെ മിടുക്കരും മിടുക്കികളുമാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ സ്വർഗത്തിലേക്ക് സ്വാഗതം. അപ്പൊ ഈ ഷോട്ട് അടിച്ചു പൊളിക്കല്ലേ? ആർ യു റെഡി? ഓക്കെ ആണോ? എന്നാ നമ്മൾ ഈ സ്വർഗത്തിലെ ഓരോ സെഗ്മെന്റിലേക്ക് ഇങ്ങനെ കടക്കാൻ പോവാണ്. ഇത് മാലപ്പടക്കത്തിന് തിരി കൊളുത്തിയതുപോലെ പട്ട പരിപാടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ സ്വർഗത്തിലെ ആദ്യ സെഗ്മെന്റ് ആണ് ഈശോയ്ക്ക് സ്തുതി പാടാം. പറഞ്ഞേ, ഈശോയ്ക്ക് സ്തുതി പാടാം. സദാസമയം ഈശോയ്ക്ക് സ്തുതി പാടുന്നത് ആരാ? ഓക്കെ, മാലാഖമാർക്ക് ഒറ്റ പരിപാടിയേ ഉള്ളൂ. ഏതാ പരിപാടി? മാലാഖമാർക്ക് സ്കൂളിൽ പോണോ? ട്യൂഷന് പോണോ? പരീക്ഷ എഴുതണോ? ഇനി വീട്ടില് അമ്മ കഞ്ഞിയും കറിയും വെക്കണ പോലെ കഞ്ഞിയും കറിയും വെക്കണോ? പപ്പന്മാര് ജോലിക്ക് പോണോ? അപ്പൊ അവർക്ക് ആകെയുള്ള പരിപാടി എന്താ? ആണോ? ആ സംഭവമാണ്. മാലാഖന്മാരുടെ സെയിം ഡ്യൂട്ടിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ആർ യു റെഡി? അപ്പൊ നമ്മളൊരു പാട്ട് പഠിച്ചു മാലാഖന്മാരെ പോലെ ഈശോയെ സ്നേഹിക്കാൻ പോവാണ്. ആകാശപ്പറവകളെ നോക്കുക നീ. പഠിക്കേ. ആകാശപ്പറവകളെ നോക്കുക നീ. വിതയ്ക്കുന്നുണ്ടോ കൊയ്യുന്നുണ്ടോ കളപ്പുരകളുണ്ടോ? വിതയ്ക്കുന്നുണ്ടോ കൊയ്യുന്നുണ്ടോ കളപ്പുരകളുണ്ടോ? ഓരോ ദിനവും തീറ്റിപ്പോറ്റും. പഠിക്കേ. ഓരോ ദിനവും തീറ്റിപ്പോറ്റും കർത്താവിൻ കരുണയെ നീ ഓർക്കണമേ. ആ കാരുണ്യമെന്നെന്നും കാണണമേ. കർത്താവിൻ കരുണയെ നീ ഓർക്കണമേ. എല്ലാവരും പാടിക്കേ. ആ കാരുണ്യമെന്നെന്നും കാണണമേ. നാളെ പറ്റി ചിന്തിച്ചിനിയും ആകുലരാകരുതേ. പാടിക്കേ. നാളെ പറ്റി ചിന്തിച്ചിടും ആകുലരാകരുതേ. വിധിയാണെന്ന് പഴി പറയരുതേ എൻ പ്രിയ സോദരരെ. വിധിയാണെന്ന് പഴി പറയരുതേ പ്രിയ സോദരരെ. ആ കർത്താവിൻ ഉള്ളം കയ്യിൽ നിന്നുടെ പേരുണ്ട്. ആ കർത്താവിൻ കയ്യിൽ നിങ്ങളുടെ പേരുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് പഠിക്കാൻ പോവാണ്. ആർ യു റെഡി? ഓക്കെ, നോക്കിയേ. ആകാശപ്പറവകളെ, ആകാശപ്പറവകളെ നോക്കുക നീ. ചെയ്തേ. ആകാശ വിതയ്ക്കുന്നുണ്ടോ കൊയ്യുന്നുണ്ടോ കളപ്പുരകളുണ്ടോ? വിതയ്ക്കുന്നുണ്ടോ? എല്ലാവരും ചെയ്തേ. വിതയ്ക്കുന്നുണ്ടോ? ഓരോ ദിനവും തീറ്റിപ്പോറ്റും കർത്താവിൻ കരുണയെ നീ ഓർക്കണമേ. കർത്താവിൻ കരുണയെ നീ ഓർക്കണമേ. ആ കാരുണ്യമെന്നെന്നും കാണണമേ. ആ കാരുണ്യമെന്നെന്നും കാണണമേ. നാളെ പറ്റി ചിന്തിച്ചിരിയും ആകുലരാകരുതേ. ചെയ്തേ. നാളെ പറ്റി ചിന്തിച്ചിടും ആകുലരാകരുതേ. വിധിയാണെന്ന് പഴി പറയരുതേ എൻ പ്രിയ സോദരരെ. വിധിയാണെന്ന് പഴി പറയരുതേ എൻ പ്രിയ സോദരരെ. ആ കർത്താവിൻ ഉള്ളം കയ്യിൽ നിന്നുടെ പേരുണ്ട്. ആ കർത്താവിൻ ഉള്ളം കയ്യിൽ
സിമ്പിൾ അല്ലേ? പഠിച്ചോ? എന്നാ സ്തുതി പാടിയാലോ? മാലാഖമാരുടെ ഡ്യൂട്ടിയാ ചെയ്യാൻ പോണേ. മാലാഖമാരുടെ ഡ്യൂട്ടി എന്താണ്? മിണ്ടുകയല്ല. എന്താ ഡ്യൂട്ടി? എന്നാ ചാടി എഴുന്നേറ്റ് റോയ് ചേട്ടൻ നമുക്ക് നല്ല ഋതൊക്കെ ഇട്ട് തരും. നല്ല അടിപൊളിയായിട്ട് മാലാഖയെ പോലെ രസിച്ച് കളിക്കാൻ പോവാണ്. നാടി കൈയടിച്ച് നനങ്ങി, കാലൊക്കെ ഒന്ന് അനക്കി. ആകാശപ്പറവകളെ നോക്കുക നീ, വിതയ്ക്കുന്നുണ്ടോ കൊയ്യുന്നുണ്ടോ കളപ്പുരകളും. നോട്ട് ചെയ്തേ. ആകാശപ്പറവകളെ നോക്കുക നീ, വിതയ്ക്കുന്നുണ്ടോ കൊയ്യുന്നുണ്ടോ കളപ്പുരകളുണ്ടോ. ഓരോ ദിനവും തീറ്റിപ്പോറ്റും കർത്താവിൻ കരുണയെ നീക്കണം. ഓർക്കണമേ ആ കാരുണ്യമെന്നെന്നും കാണണമേ. കർത്താവിൻ കരുണയെ, കർത്താവിൻ കരുണയെ ഓർക്കണമേ. കാരുണ്യമെന്നെന്നും, കാരുണ്യമെന്നെന്നും. നാളെയെ പറ്റി നാളെ പറ്റി ചിന്തിച്ചിരിയും ആകുലരാകരുതേ. വിധിയാണെന്ന് പഴി പറയരുതേ എൻ പ്രിയ സോദരൻ. നാളെ പറ്റി ചിന്തിച്ചു, നാളെ പറ്റി ചിന്തിച്ച് ആകുലരാ. വിധിയാണെന്ന് പഴി പറയരുതേ എൻ പ്രിയ സോദരരെ. ആ കർത്താവിനുള്ളം കയ്യിൽ നിന്നുടെ പേരുണ്ട്. ആ കർത്താവിനുള്ള ആകാശപ്പറവകളെ നോക്കു നീ, ആകാശപ്പറവകളെ നോക്കുക നീ. വിതയ്ക്കുന്നുണ്ടോ കൊയ്യും കളപ്പുരകളുണ്ടോ. ഓരോ ദിനവും തീറ്റിപ്പോറ്റും കർത്താവിൽ കരുണയെ നീ ഓർക്കണമേ. ആ കാരുണ്യമെന്ന് കാണണമേ. കർത്താവിൻ കരുണയെന്നും കർത്താവ് ഓർക്കണമേ. ഹോ 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 കാരുണ്യം കാണണമേ. സൂപ്പർ. ഇരിക്കും. പാട്ടൊക്കെ പാടി മാലാഖയെ പോലെ ഈശോയെ സ്തുതിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ സ്വർഗത്തിലെ രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് വചനം ഭക്ഷിക്കാം. പറഞ്ഞേ, വചനം ഭക്ഷിക്കാം. നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് കൊണ്ടുവച്ചാൽ നിങ്ങളുടെ മനസ്സും മുഖമൊക്കെ എങ്ങനെ ഇരിക്കും? അതേപോലെ ഒന്ന് സങ്കല്പിച്ചേ. നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പോൾ വചനം ഭക്ഷിക്കാൻ പോകുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് തോന്നണം. ഏത്? നമ്മുടെ ശരീരത്തിന് ഊർജം പകരുന്ന ഭക്ഷണത്തെക്കാളും വലിയൊരു ഭക്ഷണമാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ആത്മാവിൻ്റെ ഭക്ഷണം. എന്താണത്? പറയൂ. ആത്മാവിൻ്റെ ഭക്ഷണം. അതെന്താണ് ആത്മാവിൻ്റെ ഭക്ഷണം? വചനം. എന്താണ്? വചനം. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, നമ്മൾ വചനം ഭക്ഷിക്കാൻ പോവാണ്. ഇന്ന് നമുക്ക് വചനം പങ്കുവെച്ച് തരാനായിട്ട് വന്നിരിക്കുന്നത് കോട്ടയത്ത് നിന്ന് വിസിറ്റേഷൻ കോൺഗ്രിഗേഷനിലുള്ള സിസ്റ്റർ ഭാഗ്യ SPM ആണ്. സിസ്റ്റർ വൊക്കേഷൻ പ്രൊമോട്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അതുപോലെ കുട്ടികളുടെ ധ്യാനങ്ങൾ, നമ്മുടെ പോലെ തന്നെ ക്രിസ്ത്യൻ ധ്യാനങ്ങളൊക്കെ നടത്തുന്ന ഒരു സിസ്റ്ററാണ്. നമുക്ക് സിസ്റ്ററെ സ്വാഗതം ചെയ്യണം. ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്ന ക്ലാപ്പാണ് ഫ്ലവർ ക്ലാപ്പ്. ഏത് ക്ലാപ്പാണ് കൊടുക്കുന്നത്? നിങ്ങൾക്കറിയോ ഫ്ലവർ ക്ലാപ്പ് എന്താണെന്ന്? നിങ്ങൾക്ക് ഇങ്ങനെ ചേട്ടൻ പറയുന്നത് പോലെ ചെയ്യണം. നിങ്ങൾക്കൊരു പോക്കറ്റ് ഉണ്ടെന്ന് കരുതുക. പോക്കറ്റിലൊരു നല്ല റെഡ് റോസ് പൂവുണ്ടെന്ന് കരുതുക. റോസാപ്പൂ. ഓക്കെ, ഇത്രയും കരുതിയോ? ഓക്കെ. അപ്പോൾ ചേട്ടൻ ചെയ്യുന്ന പോലെ ചെയ്തേ. ആ പൂവ് ഇങ്ങനെ എടുക്കുക. സ്മെല്ലേ ഇങ്ങനെ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വണ്ടറടിച്ചിരിക്കരുത്. പിന്നെ പൂക്കുറ്റി പോലെ കൈയടിക്കണം. ഓക്കെ, റെഡി? ഫ്ലവർ ക്ലാപ്പ്. ഓക്കെ, ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഫ്ലവർ ക്ലാപ്പ്, ഗോ. പഠിച്ചില്ലേ? ഇത്തിരി കൂടി എനർജി കൂട്ടാം. അപ്പോൾ നമുക്ക് സിസ്റ്ററോട് സ്വാഗതം ചെയ്യാം. ഒന്ന് ചാടി എഴുന്നേറ്റ്. ഫ്ലവർ ക്ലാപ്പ്, ഗോ. എല്ലാവർക്കും ഇരിക്കാം. എല്ലാവർക്കും സന്തോഷാണോ? സന്തോഷാണ്. പറയുന്നത് കേട്ടിട്ട് വലിയ സന്തോഷം തോന്നുന്നില്ലല്ലോ. സന്തോഷാണോ? സന്തോഷാണ്. നല്ല പോസിറ്റീവ് എനർജിയാണ് നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ കേട്ടോ. നല്ല ചിരിച്ച് നല്ലൊരു അറ്റ്മോസ്ഫിയർ എല്ലാം നന്നായിട്ടുണ്ട്.
നിങ്ങൾ വചനം പഠിക്കാനാണ് ഈ സമയം ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാനൊരു വചനം നിങ്ങളെ പഠിപ്പിക്കാം. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം. ഒന്ന് പറഞ്ഞേ. പരീക്ഷകളിൽ നിൽക്കണമെന്നുള്ള എൻ്റെ തീരുമാനത്തെ നീ കാത്തു. ഇത് ഈശോ നിങ്ങൾക്ക് പ്രത്യേകമായി തന്ന ഒരു വചനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിത് പഠിക്കണം. എന്താണ്? പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ തീരുമാനത്തെ നീ കാത്തു. പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? പരീക്ഷ സ്കൂളിൽ ഒത്തിരി പരീക്ഷ എഴുതിയിട്ടുണ്ടല്ലേ, പക്ഷെ ഇത് ആ പരീക്ഷയല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊരു കഥയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കഥ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇതൊരു ട്വിസ്റ്റുള്ള കഥയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പു എന്നൊരു വ്യക്തിയാണ് നമ്മുടെ കഥയിലെ നായകൻ. പേരെന്താണ്? അപ്പു 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവിടെ എത്ര പേരുണ്ട് 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ? ഒന്ന് കൈപൊക്കിക്കേ. ഓക്കെ, 7-ാം ക്ലാസ്. ഓക്കെ, ഏകദേശം ഈ ഒരു വലിപ്പമൊക്കെ ഉണ്ട്. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് എല്ലാ ദിവസവും പള്ളിയിൽ പോവുക. അങ്ങനെ ഒരു ഞായറാഴ്ച അവൻ നോക്കുമ്പം കനത്ത മഴ, നല്ല കാറ്റ്, വഴിവിളക്കുകളൊന്നുമില്ല. എങ്കിലും അവൻ തീരുമാനിച്ചു ഇന്ന് പള്ളിയിൽ പോയിട്ടേ ഉള്ളൂ. അങ്ങനെ അവൻ ഇട്ടിരുന്ന ഡ്രസ്സ് ഇങ്ങനെയാണ്. അവൻ്റെ ആദ്യ കുർബാനയ്ക്ക് കിട്ടിയ വെള്ള ഷർട്ട്, വെള്ള പാൻറ്റ്, വെള്ള ഷൂ, ഇതൊക്കെ ഇട്ട് ഒരു കുടയൊക്കെ പിടിച്ച് വളരെ ഹാപ്പി ആയിട്ട് അവൻ മഴയത്തുകൂടെ പള്ളിയിലേക്ക് പോവുക. നല്ല ഓടി പോകുന്ന സമയത്ത് കുഴി ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുവാണല്ലോ. പക്ഷെ അറിയാതെ അങ്ങോട്ട് വീണു. ഡ്രസ്സ് മുഴുവൻ എന്ത് കളറായി കാണും? ബ്രൗൺ കളറായി കാണും അല്ലേ? അങ്ങനെ അവന് ഭയങ്കര വിഷമമായി. എങ്കിലും അവൻ അവിടെ എണീറ്റിട്ട് പറഞ്ഞു, ഇല്ല, ഞാനിന്ന് പള്ളി പോയേ പറ്റൂ. അവൻ തിരിച്ച് വീട്ടിലേക്ക് പോയി വേറൊരു ഡ്രസ്സ് എടുത്ത് അവൻ വീണ്ടും സമയം പോയേ അവൻ ഓടി വന്നു. അതേ സ്പോട്ടിൽ വീണ്ടും അവൻ വീണു. ശ്രദ്ധിക്കണ്ടായിരുന്നോ? ശ്രദ്ധിക്കണമായിരുന്നു. മൂന്നാമതും അവൻ ഓർത്തു, ഇല്ല, ഇനി എന്നെ പറ്റിക്കാൻ പറ്റത്തില്ല. അവൻ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോയി അടുത്ത നല്ലൊരു ഡ്രസ്സ് എടുത്ത് വീണ്ടും വന്നു. അതേ സ്പോട്ടിൽ എന്ത് സംഭവിച്ചു? വീണു. അവൻ ഓർത്തു, ഇല്ല, ഇനി എന്നെ പറ്റിക്കാൻ പറ്റത്തില്ല. അവൻ വീണ്ടും പോയി ഞാൻ ശ്രദ്ധിച്ചു വരുമെന്നൊക്കെ പറഞ്ഞ് വീണ്ടും പോയി അടുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവൻ വരുവാണ്. അവന് സ്പോട്ടൊക്കെ അറിയാം. അവനിങ്ങനെ കൃത്യം വരുമ്പം അവിടെ ഒരാളെ കത്തിച്ച തിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. അവന് സന്തോഷമായി. അതേ സ്പോട്ടാണ്, ഒരാളവിടെ നിൽപ്പുണ്ട്. അവൻ മെല്ലെ പോയി. അവൻ വീണൊന്നുമില്ല. ഇവർ രണ്ടുപേരും കൂടെ പള്ളിയിലേക്ക് പോവുക. ഈ പള്ളിയിലേക്ക് പോകുമ്പോൾ അവൻ ആ വ്യക്തിയോട് ഒന്നും മിണ്ടിയില്ല. കാരണം അമ്മ പറഞ്ഞിട്ടുണ്ട്, ഈ പോകുന്ന വഴിക്കൊന്നും നീ സംസാരിക്കരുത്, ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം പള്ളിയിൽ പോകുമ്പോൾ. അവൻ അതൊക്കെ കേട്ട് പള്ളിയിലേക്ക് പോയി. മക്കളെ, പള്ളി അടുത്തെത്തി നട കയറുന്ന സമയത്ത് ഇവൻ നോക്കുമ്പോൾ ഈ ചേട്ടൻ പോരുന്നില്ല. ഇവൻ നേരെ പോകുന്നുണ്ട്, ചേട്ടൻ പോകുന്നില്ല. ചേട്ടൻ തിരിച്ചു പോകാൻ തുടങ്ങുക. അപ്പം അപ്പു പറഞ്ഞു, ചേട്ടാ വാ, പള്ളിയിൽ പോകാം, നല്ല കുർബാനയാണ്, ഇന്നെല്ലാം ഒത്തിരി ആഘോഷമാണ് ഇവിടെ, നമുക്ക് പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു, എനിക്ക് പള്ളിയിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ചേട്ടനോട് അടുത്ത് പോയിട്ട് ചോദിച്ചു, അതെന്താ ചേട്ടാ, പള്ളിയിലേക്ക് വാ, നമുക്ക് പള്ളിയിൽ പോകാം. ഇല്ല, എൻ്റെ പേര് സാത്താൻ. എൻ്റെ പേരെന്താണ്? അപ്പോൾ അപ്പു പറഞ്ഞു, എന്നെ വെറുതെ പറ്റിക്കരുത്. സാത്താനാണെങ്കിൽ ഒരിക്കലും എന്നെ പള്ളിയിൽ വരാൻ വേണ്ടി അങ്ങ് സഹായിക്കത്തില്ലല്ലോ. അപ്പോൾ സാത്താൻ പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കുകയല്ല ചെയ്തത്, ഞാൻ നിന്നെ വീഴിക്കുകയാണ് ചെയ്തത്. 4 പ്രാവശ്യം ഞാൻ നിന്നെ വീഴിച്ചു. 1-ാമത്തെ പ്രാവശ്യം നീ വീണു. ഞാൻ ഓർത്തു നീ തിരിച്ച് പള്ളിയിലേക്ക് വരില്ലെന്നോർത്തു. പക്ഷേ നീ അടുത്ത ഉടുപ്പിട്ട് വീണ്ടും പള്ളിയിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ നിനക്ക് എല്ലാ ദിവസമുള്ളൊരു സ്വഭാവമുണ്ട്. രാത്രി നീ കുറേ സമയം ഇരുന്ന് മൊബൈൽ നോക്കും. നിൻ്റെ ആ ദുഷിച്ച സ്വഭാവത്തെ ദൈവം എടുത്തു മാറ്റി. 2-ാം പ്രാവശ്യവും ഞാൻ നിന്നെ വീഴിച്ചു. അപ്പോഴും നീ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. വീണ്ടും അടുത്ത ഡ്രസ്സ് ഇട്ട് വരുന്ന സമയത്ത് നിൻ്റെ പപ്പായുടെ കുടി ദൈവം എടുത്തു മാറ്റി. 3-ാം പ്രാവശ്യം എനിക്ക് സഹിച്ചില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ വീണ്ടും വീഴിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അനേക വർഷങ്ങളായി നിൻ്റെ മമ്മിയും വർത്തമാനം പറയാതിരുന്ന ഒരു ചേച്ചി വീട്ടിലേക്ക് വരുന്നു, ക്ഷമ ചോദിക്കുന്നു. അവർ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് സഹിച്ചില്ല. ഇനി ഞാൻ നിന്നെ വീഴിച്ചു കഴിഞ്ഞാൽ നീ ഒരു വിശുദ്ധനായി തീരും, നീ മൂലം ഈ ലോകം രക്ഷപ്പെടും. അത് കണ്ടു നിൽക്കാനുള്ള ശക്തി എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് സാത്താൻ പോയി. കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരീക്ഷകളിൽ വിജയിച്ച് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കളാകാൻ ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. താങ്ക് യു. ഈശോയുടെ മാലാഖമാരെ വചനം ഭക്ഷിച്ചോ?
അല്ലേ? അപ്പോ നമ്മൾ ഇന്ന് കേട്ട വചനത്തിൽ എന്താ കേട്ടത്? പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണം എന്നുള്ള എൻ്റെ വചനം ദൈവം കാത്തു. നമ്മുടെ ജീവിതത്തിലൊക്കെ പരീക്ഷകളും പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അവിടെയൊക്കെ എന്ത് ചെയ്യണം? നമ്മള് ഉറച്ചു നിൽക്കണം. പേടിച്ച് വിറച്ച് നിൽക്കണം എന്നാണോ? ഉറച്ചു ഉറച്ചു നിൽക്കണം. ഉറക്കെ പറ. ഉറച്ചു നിൽക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്ന് നമ്മൾ പഠിച്ച വചനം. ഇനി നമ്മൾ ഈ സ്വർഗത്തിൽ അടുത്ത രസക്കാഴ്ചയിലേക്ക് പോവാണ്. അടുത്ത സെഗ്മെന്റ് ആണ് വിശുദ്ധരെ പരിചയപ്പെടാം. പറഞ്ഞേ, വിശുദ്ധരെ പരിചയപ്പെടാം. അപ്പൊ ഇന്ന് വിശുദ്ധരെ പരിചയപ്പെടുത്താൻ ആരൊക്കെയാണ് റെഡി ആയിട്ടുള്ളത്? ഓക്കെ, ഇവർക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാമോ? ഇവരെ നമ്മളൊന്ന് പരിചയപ്പെടുകയാണ്. മോളുടെ പേര് പറയൂ. അമിഷ റോസ്. അമിഷ റോസ്. ഓക്കെ, ഇന്ന് ഏത് വിശുദ്ധനെ കുറിച്ച്? വിശുദ്ധയെ കുറിച്ച് അല്ലേ? പറയൂ. സെന്റ് കൊച്ചു ത്രേസ്യ. ഓക്കെ, വിശുദ്ധ കൊച്ചു ത്രേസ്യയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. റെഡി? ദൈവത്തിന് സ്തുതി. ഓരോ കൊച്ചുപൂവിനുമുണ്ട് പറയാൻ നൂറുകൂട്ടം കാര്യങ്ങൾ. തനിക്ക് വേണ്ട ജലം നൽകി, തന്നെ നട്ടുവളർത്തി, തന്നെ താനാക്കി മാറ്റിയവരെക്കുറിച്ചും അതിലുപരി തന്നെ സൃഷ്ടിച്ച നല്ലവനായ ദൈവത്തെക്കുറിച്ചും എല്ലാം ഒരുപാട് പറയാനുണ്ട്. നമ്മുടെ ഇടയിലും ഒരു കൊച്ചുപൂവ് ജീവിച്ചിരുന്നു. വിശുദ്ധിയുടെ നിർമ്മണം പരത്തിയ കൊച്ചുപൂവ്. 1873 ജനുവരി 2-ാം തീയതി ഫ്രാൻസിലെ അലൻസോണിൻ എന്ന കൊച്ചു ഗ്രാമത്തിൽ ഏവർക്കും ആഹ്ലാദം പകർന്നുകൊണ്ട് ലൂയി മാർട്ടിനും സെലീഗൊരിനും വിരിഞ്ഞ 9ാമത്തെ പുഷ്പം വിശുദ്ധ കൊച്ചു ത്രേസ്യ. കൊച്ചുറാണി എന്നാണ് അവളുടെ വിളിപ്പേര്. കൊച്ചുറാണി വളർന്നു വന്നപ്പോൾ അവളുടെ വിശുദ്ധി വളർന്നു വന്നു. നാം ചെയ്യുന്ന നന്മകൾ നാം ഈശോയ്ക്ക് നൽകുന്ന നല്ല നിറമുള്ള സുഗന്ധമുള്ള പൂക്കളാണെന്ന് മനസ്സിലാക്കിയ കൊച്ചു ത്രേസ്യ ഈശോയ്ക്ക് അവയെ വളരെ ഇഷ്ടമാണെന്നും മനസ്സിലാക്കി. താൻ ഉറങ്ങുന്നതിന് മുൻപ് എല്ലാ ദിവസവും എത്ര നന്മകൾ ചെയ്തുവെന്ന് അവൾ പരിശോധിക്കാറുണ്ട്. തൻ്റെ ദൈവവിളി സ്നേഹമാണെന്ന് കണ്ടെത്തിയ കൊച്ചു ത്രേസ്യയുടെ ജീവിതം 24 വർഷം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. 1897 സെപ്റ്റംബർ 30 അവൾ സ്വർഗം പ്രാപിച്ചു. 1925 മെയ് 1-ാം തീയതി 11-ാം പിയൂസ് പാപ്പ അവളെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. സ്നേഹത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും വിശുദ്ധി നേടിയ പുണ്യവതിയായിരുന്നു ചെറുപുഷ്പം എന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യ. സുഹൃത് ജീവിതം നയിക്കുന്നവർക്കെല്ലാം അവൾ മാതൃകയും വഴികാട്ടിയുമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്. ഓക്കെ, വളരെ മനോഹരമായിട്ട് വിശുദ്ധയെക്കുറിച്ച് പങ്കുവെച്ചു. മോൻ്റെ പേര് പറയാവോ? ക്രിസ്റ്റോ. അപ്പോൾ കൊച്ചു ത്രേസ്യയുടെ ജീവിതാസ്പദമാക്കി ക്രിസ്റ്റോ ഒരു വചനം പറയാൻ പോവാണ്. പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ കൊച്ചു ത്രേസ്യയെ കുറിച്ച് നിങ്ങൾ കേട്ടുവല്ലോ. വിശുദ്ധരുടെ ജീവിതം ആസ്പദമാക്കി ഞാനൊരു വചനം പറയാം. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുവാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയിൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. എഫേസോസ് 3-ാം അധ്യായം 19-ാം തിരുവചനം. വിശുദ്ധയെ പോലെ വിശുദ്ധിയിൽ വളരാൻ നമുക്ക് പരിശ്രമിക്കാം. നന്ദി. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, ഇന്ന് വിശുദ്ധയെക്കുറിച്ചും വചനവും പറഞ്ഞ രണ്ട് നമ്മുടെ കൂട്ടുകാർക്കും ഒരു ബിഗ് ക്ലാപ്പ് കൊടുത്തേ. ഈശോയുടെ കൂട്ടുകാരെ, എന്തോ അപ്പോൾ വിശുദ്ധരെയൊക്കെ പരിചയപ്പെട്ടു. സ്വർഗത്തിലെ ഓരോ സ്റ്റെപ്പ് വെച്ച് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്വർഗത്തിലെ അടുത്ത രസക്കാഴ്ചയാണ്. നല്ല കളറായിട്ടുള്ള ഒരു സെഗ്മെൻ്റാണ്. ആ സെഗ്മെൻ്റാണ് താലന്ത് വർദ്ധിപ്പിക്കാം. എന്താണ്? താലന്ത് വർദ്ധിപ്പിക്കാം. നമ്മുടെ താലന്ത് ഈ ഫ്ലോറിൽ കുറേ കുട്ടികൾ ഇതേപോലെ വന്ന് അവരുടെ കഴിവ്, പാട്ട്, ഡാൻസ്, പ്രസംഗം, അങ്ങനെ വചനം പറയൽ, അങ്ങനെ പലതരത്തിൽ അവരുടെ താലന്ത് ഇവിടെ വന്ന് ഈശോയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആരാണ് വരുന്നത് താലന്ത് കൊടുക്കാനായിട്ട്? അവർക്കൊരു കൈയ്യടി കൊടുത്തേ. ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, മോളുടെ പേര് പറയൂ. ആൻമരിയ ഡേവിസ്. ആൻമരിയ ഡേവിസ്. അടുത്ത ആള് അമിഷ റോസ്. അമിഷ റോസ്. ഇന്ന് നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി എന്ത് താലന്ത് കൊടുക്കുന്നത്? ഡാൻസ്. ഒരു ഡാൻസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് ഒരു ഡാൻസ് ഒന്ന് ആസ്വദിക്കണ്ടേ? ആർ യു റെഡി? യെസ്.
அதிசயம் இந்த ஆண்டு நடக்க போகுது. அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. கவலைப்படாத 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 கவலைப்படாத. அற்புதங்கள் குவிய போகுதே, அற்புதங்கள் குவிய போகுதே. சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு. சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு. தேவராஜ்யம் பேச்சில் இல்ல, தேவராஜ்யம் பலத்தில் உள்ளதே. தேவராஜ்யம் பேச்சில் இல்ல, தேவராஜ்யம் பலத்தில் உள்ளதே. நிறைவேறாத வாக்குத்தத்தங்கள், நிறைவேறாத வாக்குத்தத்தங்கள் அவர் பலத்தால் நடக்க போகுதே. அது உன் கண்கள் பார்த்து போகுதே. சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு. சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு. മലക കൂട്ട് ഡാക്ക. ഈശോയുടെ കൂട്ടുകാരെ സന്തോഷമാണോ? സന്തോഷമാണ്. ഓക്കെ, എങ്ങനെ സന്തോഷമില്ലാണ്ടിരിക്കും? നല്ല അടിപൊളി ഡാൻസ് ഒക്കെ അല്ലേ സ്വർഗത്തിൽ ഇങ്ങനെ സൂപ്പർ നാച്ചുറലായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ സ്വർഗത്തിലെ 5ാമത്തെ സെഗ്മെന്റ് ആണ് നല്ല ശീലം പഠിക്കാം. പറഞ്ഞേ, നല്ല ശീലം പഠിക്കാം. നല്ല ശീലം പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം? അതൊന്ന് പറഞ്ഞേ കേൾക്കട്ടെ. നല്ലവരായിട്ട് മാറാം. നല്ലവരായിട്ട് പറയാൻ പറ്റും. അപ്പം ഇന്നത്തെ നല്ല ശീലം പഠിക്കുന്നതിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഗെയിമാണ് തരുന്നത്. ഒരു ഗെയിം പഠിക്കാൻ പോവാണ്. ഓക്കെ, ഗെയിമിൻ്റെ റൂൾസ് ഞാൻ പറയാം. ഗെയിം മാസ്റ്ററെ നോക്കി വേണം നിങ്ങൾ ഗെയിമിൽ പങ്കെടുക്കാൻ. വേറെ എവിടേക്കും നോക്കാൻ പാടില്ല, കണ്ണടച്ച് നിൽക്കാൻ പാടില്ല. റെഡി? അപ്പോൾ ഇതിൽ 4 ആക്ഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആക്ഷൻ 1 പിതാവ്, ചെയ്തേ. ആക്ഷൻ 2 പുത്രൻ. ആക്ഷൻ 3 പരിശുദ്ധാത്മാവ്. ആക്ഷൻ 4 മാതാവ്. ഈ 4 ആക്ഷനാണ് കറക്റ്റ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ എന്നെ തന്നെ ഗെയിം മാസ്റ്റർ നോക്കി വേണം ഗെയിമിൽ പങ്കെടുക്കാൻ. അപ്പോഴാണ് നല്ല ശീലം എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഗുണപാഠം ചോദിക്കും നിങ്ങളോട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഗെയിമിൽ എന്താ ഗുണപാഠം എന്ന് പറയണം. ആർ യു റെഡി? റെഡി. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഗെയിം സ്റ്റാർട്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, മാതാവ്, പുത്രൻ. കൈ പൊക്കിയവരൊക്കെ കേട്ടോ, അവരിരുന്നോണം. ആണോ കേട്ടോ? ആ, റെഡി. അടുത്ത ആൾക്കാർ. പിതാവ്, പുത്രൻ. കൈ കൂപ്പിയവരൊക്കെ ഔട്ടാണ്, ഇരുന്നോണം. പിതാവ്, മാതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, മാതാവ്, പുത്രൻ. കൈ പൊക്കിയവരൊക്കെ ഔട്ടാണ്, ഇരുന്നോ. പിതാവ്, മാതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, മാതാവ്. കൈ പൊക്കി ഔട്ടാണ്, അപ്പിരുന്നോണം കേട്ടോ. പിതാവ്, മാതാവ്, പിതാവ്, പുത്രൻ, മാതാവ്, പരിശുദ്ധാത്മാവ്. പിതാവ്, മാതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, മാതാവ്, പുത്രൻ. കൈപ്പൊക്കിയൊക്കെ ഔട്ടാണ്. പിതാവ്, മാതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, മാതാവ്. ഔട്ട്. പിതാവ്, മാതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, മാതാവ്, പിതാവ്, പുത്രൻ. ഔട്ട്. ഈ ഗെയിമിൽ അവസാനം വരെ പിടിച്ചെന്ന് 2 പേരാണ്. ആ, അവസാനം ഫസ്റ്റ് അടിച്ച ആള് പേര് പറഞ്ഞേ. സെനോരിറ്റ. ഒരു ക്ലാപ്പ് കൊടുത്തേ. ആ, സെക്കൻഡ് അയറിൻ. ഒരു ക്ലാപ്പ് കൊടുത്തേ. ഇരുന്നു. അപ്പോൾ ഇത് നല്ല ശീലം പഠിക്കുക എന്നുള്ളതിൽ ഒരു ഗെയിമിലൂടെ നല്ല ശീലം പഠിക്കുക. ഇതിൽ എന്തൊക്കെ ശീലങ്ങളുണ്ട് ഈ ഗെയിമിൽ? സത്യസന്ധത കാണിക്കണം. പിന്നെ മറ്റൊരാളുടെ കുറവ് വിളിച്ച് പറയാൻ പാടില്ല. പിന്നെ നമ്മുടെ മുന്നിൽ ഇപ്പം ഗെയിം മാസ്റ്റർ റോങ് ആയിട്ടല്ല കാണിക്കണേ,
നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലരും റോങ് ആയിട്ട് കാണിക്കും, ഇല്ലേ? പല ആൾക്കാരും പല സ്റ്റൈലിൽ പലവിധം, ബഹുജനം പലവിധം എന്നാ പറയാ. അപ്പോൾ കുട്ടികളെ വഴിതെറ്റിക്കാനും നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാനും വേണ്ടി ചിലപ്പോൾ പലതരത്തിലും ആൾക്കാരും നിങ്ങളുടെ മുന്നിലേക്ക് വരും. പക്ഷെ നമുക്കിതൊന്നും ആവശ്യമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് വേണ്ടു, അല്ലേ? എല്ലാവരും ചെയ്യണത് നമുക്ക് വേണോ? വേണ്ട. എനിക്ക് വേണ്ടത് എനിക്ക് മതി, ഇല്ലേ? അപ്പോൾ ഗെയിം മാസ്റ്റർ പറഞ്ഞ ആദ്യത്തെ 4 ആക്ഷനാണ് കറക്റ്റ്. പക്ഷെ പിന്നെ റോങ് ആയിട്ടൊക്കെ കാണിച്ചു. അപ്പോൾ നിങ്ങളും ആളെ പോലെ റോങ് ആയിട്ട് കാണിച്ചു, അപ്പോൾ ഔട്ടായി. ജീവിതത്തിൽ ഇങ്ങനെ ഔട്ടാവും. എങ്ങനെ? മറ്റുള്ളവരെ നോക്കി കണ്ടു കഴിഞ്ഞാൽ. നമ്മൾ ദൈവത്തെ നോക്കി, യേശുവിനെ നോക്കി ജീവിക്കാനുള്ളവരാണ്. ആർ യു റെഡി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് ചാടി എഴുന്നേറ്റേൻ. ഒന്നുകൂടെ നമുക്ക് ഈശോടത്ത് കളിക്കാം. ആടിപ്പാടി കൈ ഈശോടത്ത് കളിക്കാം. ഈശോയോടൊത്തു കളിക്കാലും ഈശോയോടൊത്ത് ചിരിക്കാലും ഈശോയോടൊത്ത് മാലാകയുമ്പോൾ തുള്ളിച്ചാടി രസിക്കാലും നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാകമാരായി വളരാലും ഈശോയോടൊത്തു കളിക്കാലും ഈശോയോടൊത്തു ചിരിക്കാലും ഈശോയോടൊത്ത് മാലാകയും തുള്ളിച്ചാടി രസിക്കാലും നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാകമാരായി വളരാലോ. ഓക്കെ, ഇരിക്കും. അപ്പൊ കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ സീരിയസ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ പോകണം. എന്താണ് സീരിയസ് ആയിട്ട് ചെയ്യേണ്ട കാര്യം? പറഞ്ഞേ. പ്രാർത്ഥിക്കാൻ പോവാണ്. റെഡി? അപ്പം നന്നായിട്ട് നടുവൊക്കെ നിവർത്തി, കൈ ഹാർട്ട് ലെവലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കൈയൊക്കെ കൂപ്പി പിടിച്ച് കണ്ണക്കടച്ച് നല്ല ഭംഗിയായിട്ടൊന്ന് ഇരുന്നേ. ഈശോയ്ക്ക് കാണുമ്പോൾ ഒരു ചക്കര ഉമ്മ തരാൻ തോന്നണം. മാലാകന്മാർക്കൊക്കെ അതിശയം തോന്നണം. ഈ കുട്ടികൾ എന്ത് രസമായിട്ടിരിക്കുന്നത്, ഇവരെന്ത് രസമായിട്ടാണ് ഈശോനെ സ്നേഹിക്കുന്നത്, ഇങ്ങനെ തോന്നിപ്പിക്കണം. അത്ര ഭംഗിയായിട്ടിരുന്ന് ഇന്ന് ചേട്ടൻ പറയുന്ന പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിച്ചേൻ. എൻ്റെ ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, എൻ്റെ ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും ഉപരിയായി കൂടുതലായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. I love you Jesus. കണ്ണു തുറന്നേ. അങ്ങോട്ട് നോക്കൂ. ഇനി ഈ എപ്പിസോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു സസ്പെൻസ് നിങ്ങളുടെ മുന്നിൽ പൊട്ടിക്കാൻ പോവാണ്. ഈ എപ്പിസോഡിൽ ആരാണ് ഏഞ്ചലായിട്ട് സെലക്ട് ചെയ്യാൻ പോകണത് നമ്മൾ ഈ ലക്കി ഡ്രോയിൽ കൂടെ നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇതിൽ ആരാണ് എടുക്കാൻ വരുന്നത്? ഈ മോള് വന്നിട്ട് ഇതിൽ നിന്ന് പറഞ്ഞെടുക്കാൻ പോവാണ്. ഒരു കൈഡി കൊടുത്തേ. ആരാണ് ഇന്നത്തെ ഏഞ്ചൽ എന്നറിയാൻ പോവാണ്. ക്രിസ്റ്റോ രാജു ആണ് ഇന്നത്തെ ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ്. വാ, ഒരു കൈഡി കൊടുക്കാമോ? ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ് ക്രിസ്റ്റോ രാജു. ഒരു കൈഡി കൊടുക്കാം. ഗുഡ്നസ് ടിവിയുടെ മാലാകൂട്ടത്തിൻ്റെ ചങ്ക് പ്രേക്ഷകരായിട്ടുള്ള കൂട്ടുകാരെ, ഈ സ്വർഗത്തിലെ കാഴ്ചകൾ നിങ്ങളെ ഏറെ ആനന്ദിപ്പിച്ചു എന്ന് ഞങ്ങൾ കരുതുകയാണ്. ഈ എപ്പിസോഡിലെ സ്വർഗ കാഴ്ചകൾ ഇവിടെ തീർന്നാലും ഞങ്ങളുടെ സ്വർഗ കാഴ്ചകൾ പുത്തൻ കാഴ്ചകളുമായി, പുത്തൻ കൂട്ടുകാരുമായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും, പുതിയ സ്വർഗ കാഴ്ചകളുമായിട്ട്. അപ്പോൾ വീണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഈ എപ്പിസോഡിൽ ഞങ്ങളുടെ കൊച്ചു കൂട്ടുകാരെ ഇത്രയും നേരം വീക്ഷിച്ചതിന്, ഇവരെ സപ്പോർട്ട് ചെയ്തതിന് ഈ സ്വർഗത്തിൻ്റെ വക ഒരു ബിഗ് ക്ലാപ്പ് കൊടുത്ത മക്കളെ. പ്രിയ പ്രേക്ഷകരെ, ഞങ്ങൾ പുതിയ സ്വർഗ കാഴ്ചകളായിട്ട് വീണ്ടും വരും. അതുവരെയും ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡ് ഞങ്ങൾ കൂട്ടുകാർ ഒന്നിച്ച് ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാണ്. മക്കളെ, എല്ലാ കൂട്ടുകാർക്കും ഒരു ടാറ്റ കൊടുത്തേ.